ഹലോ, ഹായ്. എന്തൊക്കെയാണ് വിശേഷങ്ങള്? എല്ലാരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളിവിടെ സുഖായിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതായത് കുറെ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഭാവിയിലേക്ക് നമ്മൾ ഏത് കോഴ്സ് എടുക്കണം, അതായത് ഏത് കോഴ്സിനായിരിക്കും കാനഡയിൽ ഏറ്റവും കൂടുതൽ പേ ഉണ്ടാവുക, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക എന്നത്. കാനഡയിൽ മാത്രമല്ല, ഇനി അങ്ങോട്ട് ലോകത്തിൽ തന്നെ നമുക്ക് വരാൻ പോകുന്ന ഭാവിയിലേക്ക് ഏറ്റവും കൂടുതൽ സാധ്യതകളും നല്ല പൈസ വരാൻ പറ്റുന്ന ജോലികളാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. ലിസ്റ്റിൽ ആദ്യത്തെ തന്നെയുള്ളത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇപ്പം എല്ലാവരും ഒരുപാട് യൂട്യൂബേഴ്സും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ടിക്ടോക്കിലും അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് നമുക്കിടയിലുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തന്നെയാണ് നമുക്ക് ടോപ്പ് ഹൈ പേയിങ് ജോബ്സ് ഇനി അങ്ങോട്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ യൂട്യൂബിന് തന്നെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു ചാനലാണെങ്കിൽ 1000 വ്യൂവിന് 5 തൊട്ട് 10 കാനഡിയൻ ഡോളർ വരെ അല്ലെങ്കിൽ $10 വരെ നമുക്ക് സാലറി ആയിട്ട് കിട്ടുന്നുണ്ട്. ലിസ്റ്റിൽ രണ്ടാമത്തേത് പ്രോംപ്റ്റ് എഞ്ചിനീയർ ആണ്. അവർക്ക് സാലറി എന്ന് പറയുന്നത് 63K ആയിരിക്കും. ലിസ്റ്റിൽ മൂന്നാമത്തെ പൊസിഷനിൽ വരുന്നത് സസ്റ്റൈനബിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. അവർക്ക് കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുന്നത് ആനുവലി ഏകദേശം 65,000 തൊട്ട് 81K വരെയാണ് അവർക്ക് കാനഡിയൻ ഡോളറായിട്ട് ആവറേജ് ആനുവൽ സാലറി ആയിട്ട് കിട്ടുന്നത്. നാലാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെന്റൽ ഹെൽത്ത് കൗൺസിലേഴ്സ് ആണ്. അതായത് അവരുടെ ഒരു സാലറി എന്ന് പറയുന്നത് 66K മുതൽ 81K വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്, അതായത് ലോൺലിനെസ്സും എല്ലാം കാരണം ഡിപ്രഷനും അങ്ങനെ നമുക്ക് മെന്റൽ ആയിട്ടുള്ള ഓരോ പ്രോബ്ലംസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡും കൂടിയാണ് ഇത്. ലിസ്റ്റിലെ അടുത്ത അഞ്ചാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജി എഞ്ചിനീയേഴ്സ് ആണ്. ഇവരുടെ ഒരു ആനുവൽ ആവറേജ് സാലറി എന്ന് പറയുന്നത് 80,000 കാനഡിയൻ ഡോളറാണ്. 80,000 കാനഡിയൻ ഡോളറാണ് അവർക്ക് ഒരു വർഷത്തിൽ കിട്ടുന്നത്. ആറാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഇന്റലിജൻസ് അനലിസ്റ്റ് ആണ്. അവരുടെ ഒരു സാലറി എന്ന് പറയുന്നത് 96K ആയിരിക്കും. ലിസ്റ്റിലെ ഏഴാമത്തെ കാറ്റഗറിയിൽ വരുന്നത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ് ആണ്. ഇവരുടെ ഒരു പേ എന്ന് പറയുന്നത് ഏകദേശം 94K ആണ്. അത്രയും കാനഡ ഡോളറാണ് ഇവർക്ക് ആനുവൽ ആവറേജ് സാലറി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ പ്രോഗ്രാം നമുക്ക് PR ആണെങ്കിലും അതുപോലെ തന്നെ പേ വൈസ് ആണെങ്കിലും നല്ല ഒരു സ്കോപ്പ് ഉള്ള ഒരു കോഴ്സ് തന്നെയാണ്. അത് 1 ഇയർ കോഴ്സാണ് ഇവിടെ കാനഡയിലുള്ളത്. അപ്പോൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമിഗ്രേഷൻ പരമായിട്ട് നമുക്ക് പെട്ടെന്ന് PR സെറ്റായിട്ട് ഇവിടെ കാനഡയിൽ സെറ്റിൽ ആവാനും നല്ല പൈസ ഏൺ ചെയ്യാനും നമുക്ക് സാധിക്കും. എട്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോബോട്ടിക് എഞ്ചിനീയർ ആണ്. അവരുടെ സാലറി ഏകദേശം 105K വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന കൺട്രിയിൽ ഇപ്പോൾ എല്ലാവർക്കും എന്ത് സാധനങ്ങൾ ചെയ്യാനാണ് ഇപ്പൊ നമ്മുടെ വീട്ടുജോലിക്ക് വരെ നമ്മൾ റോബോട്ട്സിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണല്ലോ. അതായത് ആൾക്കാർക്ക് നമ്മൾ ക്വാളിറ്റി ഓഫ് ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ, അതായത് വലിയ ജോലികളൊക്കെ അതും കൂടെ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആകുന്നതിന് പകരമായിട്ട് റോബോട്ട്സിന്റെ സഹായം നമ്മൾ തേടുന്ന ഒരു സിറ്റുവേഷനിൽ ഇപ്പം വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, അതായത് റോബോട്ടിക് എഞ്ചിനീയേഴ്സിന്. ഇതിന് റോബോട്ട് എന്നാണല്ലോ. ഇപ്പൊ നമുക്ക് നിലം തുടയ്ക്കാനും അതുപോലെ കുക്ക് ചെയ്യാനും അതുപോലെ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് റോബോട്ടിക്സിന്റെ സഹായമാണ്. അപ്പൊ എന്തായാലും ഭാവിയിൽ റോബോട്ടിക്സ് എഞ്ചിനീയേഴ്സിനുള്ള സാധ്യത നമുക്ക് തീരെ തള്ളിക്കളയാവുന്നല്ല. നല്ല അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസും നല്ല സ്കോപ്പ് നല്ല പേയും കിട്ടുന്ന ഒരു ഏരിയ ആണിത്. പത്താമത്തെ ഒന്നെന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അവരുടെയും സാലറി എന്ന് പറയുന്നത് 145K ആണ്. അതായത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ അങ്ങോട്ടേക്ക് എഞ്ചിനീയേഴ്സിനും അതുപോലെ തന്നെ AI അവർക്കൊക്കെ കൂടുതൽ സാലറി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒമ്പതാമത്തെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അവരുടെ സാലറി ഏകദേശം 145K ആയിരിക്കും കാനഡിയൻ ഡോളർ. ഓരോ ദിവസവും പുതിയ പുതിയ സോഫ്റ്റ്വെയർസ് വരുന്ന ഈ ലോകത്തിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് വളരെയധികം ചാൻസസ് ഉണ്ട്. അടുത്ത ഒരു 10ാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഓട്ടോമേഷൻ കൺസൾട്ടന്റ് ആണ് വരുന്നത്. ഇവരുടെ ഒരു സാലറി എന്ന് പറയുന്നത് 124K ആണ്. അതും ആവറേജ് ആനുവൽ സാലറി ഇൻ കാനഡിയൻ ഡോളേഴ്സ്. 11ാമത്തെ ഡാറ്റ അനലിസ്റ്റ് ആൻഡ് ഡാറ്റ സയന്റിസ്റ്റ്. അവരുടെ സാലറി 129K ആയിരിക്കും. അതുപോലെ 12ാമത്തെ വരുന്നത് എക്സ്റ്റെൻഡഡ് റിയാലിറ്റി ഡെവലപ്പേഴ്സ് ആൻഡ് ഡിസൈനേഴ്സ് ആണ്. ഇവരുടെ ഒരു സാലറി സ്ട്രക്ചർ എന്ന് പറയുന്നത് 160K ഇൻ ആവറേജ് ആനുവൽ സാലറി, അതും കാനഡിയൻ ഡോളേഴ്സിൽ. അപ്പോൾ നമുക്ക് വിർച്വൽ റിയാലിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാലോ. അതുപോലെ തന്നെ അതിനോട് കിടപിടിക്കുന്ന അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സ്കോപ്പ് ഉള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണ് എക്സ്റ്റെൻഡഡ് റിയാലിറ്റി ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവർക്കും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെ അനന്ത സാധ്യതകളാണ് ഭാവിയിലുള്ളത്.
13ാമത്തെ AI എത്തിസിസ്റ്റ് ആണ്. അവരുടെ സാലറി 137K ആയിരിക്കും. 14ാമത്തെ ഒരു കാറ്റഗറി എന്ന് വരുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ പണ്ടത്തെ സിനിമകളൊക്കെ ഉണ്ടല്ലോ, ടെർമിനേറ്റർ എന്നുള്ള സിനിമ ഒക്കെ നമുക്ക് അറിയാലോ. അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭാവിയിൽ മെഷീനുകളുടെ ലോകമായിരിക്കും. മെഷീനുകളായിരിക്കും ഇവിടെ മനുഷ്യരെക്കാളും കൂടുതൽ ജോലി എടുക്കുകയും അവരെ കൂടുതൽ ആക്റ്റീവ് ഒക്കെ ആയിട്ടിരിക്കുന്നത്. അപ്പൊ അവര് എത്രത്തോളം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ലേൺ ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുള്ളതാണ് ആ സിനിമ. അപ്പൊ അതുപോലെ ഈ AI ആൻഡ് മെഷീൻ ലേണിങ്ങിനും അനന്ത സാധ്യതകളുള്ളത് നമ്മുടെ മനുഷ്യരുടെ ജോലികൾ കുറച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ ക്വാളിറ്റി ഫ്ലെയിം പ്രൊവൈഡ് ചെയ്യുന്ന ഈ ജോബ് ഓപ്പർച്യൂണിറ്റിയും നമുക്ക് ഭാവിയിലേക്ക് അനന്ത സാധ്യതകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 15ാമത്തെ ഡോക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആണ്. അവരുടെ സാലറി ഏകദേശം 208K ആയിരിക്കും. അതായത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ, അതായത് ഇപ്പോഴത്തെ ഒരു ലോകത്തിൽ ഏറ്റവും കൂടുതൽ രോഗങ്ങളും പുതിയതായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മനുഷ്യന്മാരുടെയും ജീവിത സാഹചര്യങ്ങളും അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ കാരണം കൊണ്ടായിരിക്കാം നമുക്ക് ഒരു 3-4 രോഗമില്ലാത്ത ആൾക്കാരെ കാണുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവരെ ട്രീറ്റ് ചെയ്യാൻ ഡോക്ടേഴ്സും അതുപോലെ ഹെൽത്ത് കെയർ വർക്കേഴ്സിനൊക്കെ കൂടുതൽ ആവശ്യം വരും. അപ്പോൾ ആ ഒരു ഫീൽഡിന് ഒരിക്കലും എന്താണെങ്കിലും എന്ന് ലോകമുണ്ടോ അത്രയും കാലത്തോളം ആശുപത്രികളും ഉണ്ടാവും, ഡോക്ടേഴ്സും ഉണ്ടാവണം, പിന്നെ രോഗികളും ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫീൽഡ് എപ്പോഴും സ്കോപ്പ് ഉള്ളതാണ്. അപ്പൊ നേരത്തെ ഞാൻ AI ആൻഡ് മെഷീൻ ലേണിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സാലറി പറയാൻ മറന്നുവരുന്നു. അത് 153K ആണ് ആനുവൽ ആവറേജ് സാലറി ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ടോട്ടൽ എല്ലാ ജോബും കൂടി എടുത്തു കഴിഞ്ഞാൽ ഹെൽത്ത് കെയറും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സ് ആണ് ഏറ്റവും കൂടുതൽ ഭാവിയിലേക്ക് അനന്ത സാധ്യതകളും ജോലികളും അതുപോലെ തന്നെ സാലറി സ്ട്രക്ചറും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇതിൽ ഏതിലേക്കെങ്കിലും നിങ്ങൾക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഓൾറെഡി ഈ ഫീൽഡിലുള്ളവരാണെങ്കിൽ, ഈ ഫീൽഡ് നല്ല എക്സ്പീരിയൻസ് ആണെങ്കിൽ എന്തായാലും നിങ്ങൾ ആ ഫീൽഡ് തന്നെ നിങ്ങളുടെ പാഷനെയും പ്രൊഫഷനെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈഫിൽ സക്സസ് ആവും. പിന്നെ അതുപോലെ ഇനി പുതിയ കോഴ്സ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് അടുത്തൊരു കോഴ്സ് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതെ, നിങ്ങളിപ്പോൾ കാനഡയിലേക്ക് വരുന്നവരാണെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി ഏത് കോഴ്സ് എടുക്കണം അറിയാതെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ, ഈ ജോലികളൊക്കെ മനസ്സിലായല്ലോ, അതിന്റെ സാലറി സ്ട്രക്ചർ നമുക്ക് ഏകദേശം മനസ്സിലായല്ലോ. അപ്പോൾ ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് അഭിരുചി ഉണ്ടെങ്കിൽ ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും വിശദമായിട്ട് റിസർച്ച് നടത്തിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും നോക്കണ്ട, ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ PR സംബന്ധിച്ചും CR സ്കോറിനെ സംബന്ധിച്ചും എക്സ്പ്രസ് സെന്ററിനെ കുറിച്ചും കാനഡ അപ്ഡേറ്റ്സിനെ കുറിച്ചും കാനഡ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരുപാട് ഇൻഫർമേഷനും നമ്മൾ ഈ ചാനലിൽ ഓൾറെഡി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജോലികളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ നിങ്ങളെ ഏതെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ കാനഡയ്ക്ക് വരുന്നവരാണെങ്കിൽ, കാനഡ ഉള്ളവരാണെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇനിയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് റീച്ച് ആവുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ രസകരമായ മറ്റ് ഇൻഫർമേഷൻ വീഡിയോയിൽ വരുന്നവരെ ബൈ, ഹാവ് എ ഗ്രേറ്റ് വൺ, ബി ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്.